അന്നത്തെ കോഫി നീ ഉണ്ടാക്കിയാണോ? ആ, ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നു. ഉണ്ണിയപ്പോ? അത് കടയിൽ നിന്ന് വാങ്ങിയതാ. അതും കൊള്ളായിരുന്നു. അല്ലേ, എന്താ മോൻ്റെ ഉദ്ദേശം? ഉദ്ദേശം എന്തുദ്ദേശം? പെണ്ണ് കാണാനൊക്കെ വന്നപ്പോൾ ജാതക പ്രശ്നം കാരണമാണല്ലോ അച്ഛനത് വേണ്ടാന്ന് വെച്ച്. ഇടി നീ അച്ഛനോടെ ഒന്നുകൂടെ നിർബന്ധിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ അവസാനം മൂപ്പര് സമ്മതിച്ചാല? ഇല്ലടാ, ഒരു രക്ഷയില്ല. 3-4 ദിവസമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആളുടെ പണ്ടൊരു വിശ്വാസം അങ്ങനെയാ. ആണല്ലേ? ഇടി നമ്മുടെ കുറേ വർഷത്തെ പ്രണയമായിരുന്നെങ്കിൽ നമുക്കൊരു ഒളിച്ചോട്ടം വല്ലതും പ്ലാൻ ചെയ്യാമായിരുന്നു. ഇതിപ്പോ നമ്മൾ അറിഞ്ഞിട്ടിപ്പോ കുറച്ച് നാളല്ലേ ആയുള്ളൂ. അല്ല, എൻ്റെ ആദ്യത്തെ പെണ്ണുകളാണോ ഇത്? അതെങ്ങനെ മനസ്സിലായി? ഞാനൊന്ന് കാണാൻ വേണ്ടി വിളിച്ചപ്പോഴേ പെട്ടെന്ന് ഓടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. നിന്റെ? ഞാൻ കുറേ ആയി. എടാ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്തിപ്പോൾ ചെയ്യാൻ പറ്റുക? എന്തിപ്പോ ചെയ്യാ? കാത്തിരിക്കാം, സമ്മതിക്കാൻ നോക്കാം. അവസാനം സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാന്ന് പറഞ്ഞ് കൈ പിടിച്ചങ്ങ് പിരിയാം. അടുത്ത ജന്മം നിന്റെ അച്ഛൻ ജാതക പ്രശ്നം ഉണ്ടാക്കിയല്ല? അത് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് വേറെ മതം ജനിക്കാം. ഞാൻ ക്രിസ്ത്യാനി, നീ മുസ്ലിമായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അപ്പം നിന്റെ അപ്പം സമ്മതിക്കുമോ? എല്ലാ ജന്മവും നിന്റെ അപ്പം സീനാവാനാ സാധ്യത. നീ എവിടെ പോയതാ? ഇതെന്താ, ഡയറിയോ? നീ എന്ന് പറഞ്ഞില്ലായിരുന്നോ നിനക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടെന്ന്? താങ്ക് യു. നീ അന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നിനക്ക് വീട്ടിൽ നിന്ന് മാരേജിൻ്റെ പ്രഷർ ഉണ്ടെന്നൊക്കെ. നമുക്കിനി ലവ് സ്റ്റോറിക്കുള്ള ടൈം കിട്ടും തോന്നുന്നില്ല. യെസ്, വി ആർ ഗെറ്റിംഗ് ഓൾഡർ. നമ്മൾ മീറ്റ് ചെയ്താതെ നീ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറിച്ചിരുന്നാൽ മതി. നമുക്ക് എന്തായാലും അടുത്ത് തന്നെ സെറ്റാക്കാം. എനിക്ക് മനസ്സിലാവും. ബൈ, ടേക്ക് കെയർ.